2 വർഷത്തിലധികമായി തുടരുന്ന ഗാസ ഇസ്രയേൽ യുദ്ധം അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ അവസാനം നിരന്തര ആക്രമണങ്ങളുടെ ഫലമായി ഹമാസ് ഒത്തുതീർപ്പിന് വഴങ്ങിയിരിക്കുകയാണ്. കറക്റ്റ് പ്രിസൈസ് പ്ലാനാണ് ഇസ്രായേലിൻ്റെ. ഇസ്രായേലിനെ പറ്റി നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. അവർ കണ്ട് ഒക്ടോബർ 7 മുമ്പ് ഈ ഹമാസിനെ തരിപ്പണമാക്കും, തരികിടയാക്കും. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരെ കാൽക്കുലേറ്റഡ് പ്ലാനിൽ കൂടെ തന്നെ ചെയ്തതാണിത്, പ്രിസിഷനോട് കൂടി തന്നെ. അവരുടെ ഒരു വലിയ പ്രയാസമുള്ള ഒരു കാര്യം, ബെഞ്ചമിൻ നെതന്യാഹു ആദ്യം തന്നെ പറഞ്ഞത് എന്താ? 2 കാര്യങ്ങൾ. ഒന്ന്, യുദ്ധം ആരാണോ തുടങ്ങി വെച്ചത് അവർ തന്നെ ഇത് അവസാനിപ്പിക്കണം. അങ്ങനെ തന്നെ സംഭവിക്കുന്നു. നോക്കിക്കോ, ഇതാ അത് ചെയ്ത് കളയും, ഞങ്ങൾ ബന്ദികളെ കൊന്നു കളയുമെന്നുള്ള ഭീഷണിയൊക്കെ ഉയർത്തിയ ഹമാസ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ ബന്ദികളെ വിട്ടുതരാം. ആദ്യമേ ഇത് പോരായിരുന്നു. ഇത്രയും നാൾ യുദ്ധം ചെയ്ത് ഇത്രയും പേരെ കൊല്ലേണ്ട കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇസ്രായേലിന്റെ തുടക്കം മുതലുള്ള ആവശ്യം ഇതായിരുന്നു, നിങ്ങൾ ബന്ദികളെ വിട്ടുതരൂ, നമ്മൾ യുദ്ധം നിർത്താം. വല്ല കാര്യത്തിനെ നീട്ടിക്കൊണ്ട് ഇതിന് ഉത്തരവാദി ആരാ? വിവരമില്ലാത്ത ഹമാസ്, വിഷം ചീറ്റുന്ന, മതവിഷം ചീറ്റുന്ന ഹമാസ്. അവർ തന്നെയാണ് അവർ തന്നെ നിർത്തുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത് വളരെ പ്രയാസമുള്ള ഒരു യുദ്ധമാണെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ഇസ്രയേലിൻ്റെ സുരക്ഷ ഉറപ്പാക്കിയ ശേഷമേ ഞങ്ങൾ ഈ യുദ്ധം നിർത്തൂ. ബെന്യാമിൻ നെതന്യാഹു അന്നേ പറഞ്ഞു. ആ വാക്ക് അദ്ദേഹം പാലിച്ചു. ചങ്കൂറ്റമുള്ള ഒരു ജൂതൻ്റെ ശബ്ദം. ജൂതമതം എല്ലാവരും സ്വീകരിക്കണം, ഇസ്ലാമിക രാജ്യങ്ങൾ ചുറ്റും പാടില്ല, ഇതൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ ആവശ്യം. അതേസമയം ഹമാസിൻ്റെ ആവശ്യം അതുതന്നെയാണ്. ആ ഭാഗത്ത് പശ്ചിമേഷ്യയിൽ ഒരു അനിസ്ലാമിക രാജ്യം ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത്. വേറെ ഒരു ലക്ഷ്യം അവർക്കില്ല. അവരുടെ മക്കളുടെ സ്ഥിതി മെച്ചമാക്കണം, അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കണം, പോഷകാഹാരം കൊടുക്കണം, അവർക്ക് നല്ല ജോലി കിട്ടണം, ഇതൊന്നുമല്ല. ഒരു അനിസ്ലാമിക രാജ്യം, അത് പാടില്ല. മതം മാത്രം, അവരുടെ രക്തത്തിൽ അലിഞ്ഞിരിക്കുന്നത് മതമാണ്, അവരുടെ ബുദ്ധിയിൽ വിഷം ചേർത്തിരിക്കുന്നത് മതമാണ്. സർവത്ര മതമല്ല, അത് ഒരു ചിന്തയുമില്ലാത്ത, മനുഷ്യനെക്കുറിച്ച് ഒരു ചിന്തയുമില്ലാത്ത മതദേഹങ്ങൾ. അതാണ് അവിടുത്തെ ഹമാസ് എന്ന് പറയുന്നത്. ഹമാസിനെ പറ്റിയാണ്, പലസ്തീൻകാരെ പറ്റിയല്ല ഞാൻ പറയുന്നത്. പലസ്തീന് സ്വന്തമായിട്ടൊരു രാഷ്ട്രമുണ്ട്, ചെറുതാണെങ്കിൽ. യെറുസലേമിൻ്റെ ഒരു ഭാഗം, ഗൊലാൻ ഹൈറ്റ്സിൻ്റെ ഒരു ഭാഗം, ഇങ്ങോട്ട് മാറി ഗസയിലെ ഒരു ഭാഗവും അവരുണ്ട്. അവിടോട്ട് ഇസ്രായേൽ യാതൊന്നും ചെയ്തിട്ടില്ല. പലസ്തീൻകാർ അവിടെ സുഖമായിട്ട് കഴിഞ്ഞോട്ടെ. പക്ഷേ ഈ ഹമാസ് എന്ന് പറയുന്ന ഭീകരവാദികളെ കൊണ്ട് ഈ പലസ്തീൻകാർക്കും ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. അതുകൊണ്ടാണ് മഹ്മൂദ് അബ്ബാസ് എന്ന് പറയുന്ന അതിൻ്റെ തലവൻ, പാലസ്തീൻ ലിബറേഷൻ അതോറിറ്റി എന്നാണ് അതിൻ്റെ പേര്, രാജ്യത്തിൻ്റെ, ഐക്യരാഷ്ട്രസഭയിൽ അംഗമാണ് അദ്ദേഹം. ഐക്യരാഷ്ട്രസഭയിലും അതിനു മുമ്പും പറഞ്ഞത് ഹമാസ് ആയുധം വെച്ച് കീഴടക്കണം. അതായത് നമ്മുടെ അമിത്ഷാ ഛത്തീസ്ഗഡിലെ നക്സലുകളോട് പറഞ്ഞതുപോലെ തന്നെ. എന്ന് മാത്രമല്ല, സ്വതന്ത്ര പാലസ്തീൻ രാഷ്ട്രത്തിൽ ഈ ഹമാസുകൾക്ക് ഒരു സ്ഥാനവും ഉണ്ടാവില്ല, വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. ഇത്രയും നാൾ ഈ ഹമാസിന് ഇന്ധനം ഇരുന്നത് അതിൽ ഖത്തറിന് പങ്കുണ്ട്, ഈജിപ്തിന് പങ്കുണ്ട്, ലെബനോന് പങ്കുണ്ട്, യോർദാന് പങ്കുണ്ട്. ഈ ഇസ്ലാമിക രാഷ്ട്രങ്ങളെല്ലാം കൂടി ചേർന്നാണ്, അല്ലെങ്കിൽ ഇസ്ലാമിക ഭൂരിപക്ഷ രാഷ്ട്രങ്ങളെല്ലാം കൂടി ചേർന്നാണ് ഇവർക്ക് വേണ്ട ഇന്ധനമായ ധനം നൽകിക്കൊണ്ടിരുന്നത്. ആയുധമായിട്ട്, സൈനികമായിട്ട് ഇവരെ സഹായിച്ചു കൊണ്ടിരുന്നതാവട്ടെ ഇസ്ലാമിക റിപ്പബ്ലിക്കായിട്ടുള്ള, ഷിയ ഇസ്ലാമിക റിപ്പബ്ലിക്കായിട്ടുള്ള ഇറാനുമാണ്. അവരെ എല്ലാം വെല്ലുവിളിച്ചുകൊണ്ടാണ് ഒരൊറ്റ രാഷ്ട്രം മാത്രമായി ഇസ്രായേൽ. പലവട്ടം പറഞ്ഞിട്ടുള്ളതുപോലെ ദാവീദ് ഗോലിയാത്തിനെ എന്ന പോലെ ഇവരെ എല്ലാം നേരിട്ട് പാഠം പഠിപ്പിച്ചത്. ഇപ്പം അയ്യോ ഞങ്ങളെ രക്ഷിക്കണേ എന്നായി ഇപ്പം ഹമാസ്. ഗർഭിണികളെ കൊന്ന്, കുട്ടികളെ കൊന്ന്, രോഗിണികളെ കൊന്ന്, ലോകത്തിൻ്റെ ദാക്ഷിണ്യം, ലോകത്തിൻ്റെ കാരുണ്യം, ലോകത്തിൻ്റെ സഹാനുഭൂതി നേടാൻ ശ്രമിച്ച അവരുടെ തന്ത്രം പൊളിഞ്ഞിരിക്കുന്നു. അവരുടെ മക്കളെ അവർ തന്നെ കൊന്നിട്ട് അതിൻ്റെ പേരിൽ ഇസ്രായേലിനെ ശിക്ഷിക്കാൻ വേണ്ടി അവർ ആവശ്യപ്പെട്ടു. ആ ഒരു സ്വാധീനത്തിൻ്റെ പേരിൽ ഐക്യരാഷ്ട്രസഭയിൽ ബെഞ്ചമിൻ നെതന്യാഹു പ്രസംഗിച്ചപ്പോൾ കുറേ രാഷ്ട്രങ്ങൾ ഇറങ്ങിപ്പോയി. അപ്പോഴാണ് മാതൃഭൂമി നെതന്യാഹു എന്ന് അവരും കൂവിയത്. ഇപ്പോൾ ആരാ ജയിച്ചിരിക്കുന്നത്? ധർമ്മത്തിൻ്റെ ഒരു വിജയം പോലാണ് ഇപ്പോൾ ഇസ്രായേൽ ജയിച്ചിരിക്കുന്നത്.
ഒരൊറ്റ രാഷ്ട്രം ആരും സഹായിക്കാനില്ല. ഭീകരവാദത്തിനെതിരെ ലോകമെല്ലാം ഒന്നിച്ച് നീക്കണം. പ്രമേയങ്ങളൊക്കെ പാസ്സാക്കും എളുപ്പം. പക്ഷേ ഇസ്രായേലി ഭീകരന്മാരെ അവരെ 2000-ഓളം പേരെ കൊന്ന് ബലാത്സംഗം ചെയ്ത് കുറച്ചവരെ ബന്ദികളാക്കി കൊണ്ടുപോയ ഹമാസിന് നേരെ യുദ്ധം നടത്തിയപ്പോൾ ഇസ്രായേലിന് ആരുമില്ലായിരുന്നു കൂട്ട്. ആരും ഉണ്ടായിരുന്നില്ല കൂട്ട്. ഒരു രാജ്യം പോലും. എല്ലാവർക്കും പേടിയാണ്. ഇസ്ലാമിക ഭീതി. പണ്ട് പുലപ്പേടി എന്നും പറഞ്ഞൊരെണ്ണമുണ്ടല്ലോ, അതുപോലെ ഇസ്ലാമിക ഭീതി. വാഴപ്പെട്ടി കൊണ്ടല്ലാത്ത നട്ടെല്ലുകൊണ്ട് സൃഷ്ടിച്ചിരിക്കുന്ന നട്ടെല്ലുള്ള ഉറപ്പുള്ള ആ രാഷ്ട്രം ഉറച്ചു നിന്ന് പോരാടി. അതിൻ്റെ വിജയമാണിത്. നമ്മുടെ ഇവിടുത്തെ ചില ഇടതുപക്ഷ ബുദ്ധിജീവികളൊക്കെ ഉണ്ടല്ലോ, MK ഭദ്രകുമാറിനെ പോലെ ഇസ്രായേൽ തീർന്നു, അതിൻ്റെ അയൺ ടോം അവസാനിച്ചു, ഇനി അതുകൊണ്ടൊരു കാര്യവുമില്ല, ഇസ്രായേൽ ഹമാസിൻ്റെ മുമ്പിൽ അടിയറവ് പറഞ്ഞു എന്നും പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ മനോഭിലാഷങ്ങളുടെ ഒരു വ്യാഖ്യാനമൊക്കെ നടത്തി നോക്കി. ജീവിച്ചിരിപ്പുണ്ട് MK ഭദ്രകുമാർ ഇപ്പോഴും. എവിടെ നിങ്ങളുടെ ഹമാസ് ജയിച്ചു? ഈ ബന്ദികളെ വെച്ചുകൊണ്ട് ഇസ്രായേലിനെ മുഴുവൻ അവരങ്ങ് തീർത്ത് കളയും, ഉരുത്തിക്കളയും എന്നൊക്കെ അയാൾ പറഞ്ഞു എഴുതി വിട്ടത്. നമ്മളും വിശ്വസിച്ചു, കാര്യവിവരമുള്ള ആളാണെന്ന് വിചാരിച്ച്. ഇപ്പം എവിടെ കിടക്കുന്നു നിങ്ങളുടെ ഹമാസ്? നിങ്ങളുടെ പിന്തുണ കൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടായി? ലോകത്തിൽ പല രാഷ്ട്രങ്ങളിലും അരുന്ധതി റോയിയെ പോലെ, ഗ്രീറ്റ തേൺബർഗിനെ പോലെ കുറേ ബുദ്ധിജീവികളും കപ്പലുമായിട്ട് അങ്ങോട്ട് ഇറങ്ങി, കപ്പലിൽ ചെന്ന് ഇസ്രായേലിനെ ആക്രമിച്ച് അങ്ങ് കീഴടക്കാൻ വേണ്ടി. പക്ഷേ ഇച്ഛാശക്തിയുള്ള നിശ്ചയദാർഢ്യമുള്ള ഒരു രാഷ്ട്രത്തിന് മേൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റില്ലെന്ന് ഇസ്രായേൽ എന്ന കൊച്ചു രാഷ്ട്രം തെളിയിച്ചു. 2ാം ലോകമഹായുദ്ധം അതുപോലെ നിർത്തിച്ചതാരാ? നാസി പടയാളികളെ, അതുപോലെ തന്നെ ഫാഷിസ്റ്റ് പോരാളികളെ, നമ്മുടെ ഇറ്റലിയുടെ ഫാഷിസ്റ്റ് സൈനികരെ മുഴുവൻ കീഴടക്കിയത് ലോകമഹായുദ്ധം തന്നെ ഒരു സഡൻ ബ്രേക്കിലേക്ക് കൊണ്ടുവന്ന ആരാ? ഒരൊറ്റ ജൂതനാണ്. ആ ജൂതനാരാ? ആ ജൂതനാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. ആൽബർട്ട് ഐൻസ്റ്റീൻ ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ലോകമഹായുദ്ധം ജയിക്കുക ജർമ്മനി ആയിരുന്നു, നാസികളായിരുന്നു, മുസോളിനിയുടെ ഫാഷിസ്റ്റ് പടയാളികൾ. ഒരു ജൂതൻ്റെ ബുദ്ധിയിൽ ഉദിച്ച ആശയമാണ് ഈ ആറ്റം ബോംബിൻ്റെ തിയറി എന്ന് പറയുന്നത്. E=mc². ആ എനർജിയാണ് നാഗസാക്കിയിലും ഹിരോഷിമയിലും ചെന്ന് പതിച്ചത്. അതൊഴിവാക്കാമായിരുന്നു എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളതെങ്കിലും ഇവരുടെ ബുദ്ധിയെ വെല്ലുന്ന ഒരു ബുദ്ധിയും ഇവരുടെ ശക്തിയെ വെല്ലുന്ന ഒരു സൈനിക ശക്തിയും ഇവരുടെ സാങ്കേതിക വിദ്യയെ വെല്ലുന്ന ഒരു സാങ്കേതിക വിദ്യയും ഇന്ന് ലോകത്തില്ല. സിയോണിസ്റ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ പൊളിറ്റിക്കൽ ഫോഴ്സ്, അവരെപ്പോലുള്ള ധനശക്തി ഇന്ന് ലോകത്തിൽ മറ്റൊരു ബ്ലോക്കിനുമില്ല. ജൂതന്മാർ ഏറ്റവും വലിയ ധനശക്തിയാണ് അമേരിക്കയിൽ. അതാണ് അവരുടെ സയോണിസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അമേരിക്കയ്ക്ക് പോലും മുട്ടുമടക്കേണ്ടി വരുന്ന ധനാധിപത്യം. ഇതെല്ലാം കൊണ്ടാണ് കേരളത്തിൻ്റെ അത്രയും പോലും വലിപ്പമില്ലാത്ത ആ രാജ്യം അതിൻ്റെ തന്ത്രങ്ങളിൽ വിജയിക്കുന്നതും ഇതുപോലെയുള്ള ദുഷ്ടഭീകരന്മാരെ ചെറുത്തു തോൽപ്പിക്കുന്നതിലും യുദ്ധം ജയിക്കുന്നതിലും വിജയിക്കുന്നു. ഈ സമാധാനം ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ തന്നെയാണ്. ഹമാസിൻ്റെ ഒരു തരി, കനലൊരു തരി മതി എന്ന് പറഞ്ഞ ഒരു തരിയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവിടെ പശ്ചിമേഷ്യ എന്നും അണയാത്ത തീയുടെ ഒരു ഭൂവിഭാഗമായിട്ടാകും മാറുക. പക്ഷേ ഇസ്രായേൽ അതിൻ്റെ ശക്തിയും ബുദ്ധിയും ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു തീഗോളത്തിന് അണച്ചിരിക്കുന്നു എന്നുള്ള സത്യമാണ് നമ്മൾ ആ സത്യമായിട്ട് കാണുന്നവർ കാണുന്നത്. ഏതെങ്കിലും മതത്തിനെയോ മതവിഭാഗങ്ങളെയോ പ്രീതിപ്പെടുത്താൻ ആഗ്രഹമുള്ളവർക്ക് ഈ സത്യം കാണാനും കഴിയില്ല. ഇതാണ് നമ്മൾ കാണുന്നത്. ലോകമെമ്പാടും ഇതുപോലെ ശക്തമായിട്ടുള്ള ആക്രമണമാണ് ഭീകരതയ്ക്കെതിരെ വരേണ്ടത്. ഉദാഹരണം പാകിസ്ഥാൻ. അല്ല, കേരള ഘടകം ഇത് അംഗീകരിക്കുമോ? കേരളത്തിൽ അവർ ആരാധകർ ഇപ്പോഴും ഹമാസ് എന്തോ വിജയിച്ചു എന്ന ഒരു ഫീലിലാണ് നിൽക്കുന്നത്. അത് ഭദ്രകുമാറൊക്കെ ഇനിയും പറയും, വ്യാഖ്യാനങ്ങൾ ചമയ്ക്കും. സാങ്കേതികമായിട്ട് മാത്രമേ ഇസ്രായേൽ ജയിച്ചിട്ടുള്ളൂ, പക്ഷേ ആശയപരമായിട്ട് ഹമാസാണ് ജയിച്ചിരിക്കുന്നത് എന്നൊക്കെയുള്ള ആഖ്യാനങ്ങൾ. ഒരു കാര്യമില്ല. തൽക്കാലം ആ ഭീഷണി അവിടെ ഒഴിവാക്കിയിരിക്കുന്നു. ഇനി വേറെ കുതന്ത്രങ്ങളിലൂടെ തുരങ്കങ്ങളിലൂടെയൊക്കെയാണല്ലോ ഇവർ ഒളിച്ച് ജീവിച്ചിരുന്നത്. ഹമാസിന്റെ ഭീഷണി ഇസ്രായേൽ ഇസ്രായേൽ പരാജയപ്പെട്ടു എന്നുള്ള വ്യാഖ്യാനങ്ങൾ ദേശാഭിമാനിയൊക്കെ വരും. പിന്നെ ദേശാഭിമാനി ആരും തുറന്നു നോക്കാത്തതുകൊണ്ടും അത് NGO യൂണിയനിൽപ്പെട്ട ആൾക്കാർ അടിച്ചേൽപ്പിക്കുന്നതായതുകൊണ്ടും അത് തുറന്നു നോക്കപ്പെടാത്ത ഒരു പത്രമായതുകൊണ്ടും അതുകൊണ്ടും വലിയ പ്രസക്തിയൊന്നുമില്ല. അത് അച്ചടിക്കുന്നവരത് വായിക്കുമെന്നല്ലാതെ അത് എത്തപ്പെടുന്ന വീടുകളിൽ അത് സാധാരണഗതിയിൽ വായിക്കപ്പെടാറില്ല. തൂക്കി ആക്രി കടയിലേക്ക് പിന്നെ വിൽക്കുക, സാധനങ്ങൾ പൊതിഞ്ഞ് കൊണ്ടുപോവുക.
എന്നത് മാത്രമേ സംഭവിക്കുന്നുള്ളൂ. ഇങ്ങനെയുള്ള നമ്മൾ ഈ ബൗദ്ധിക ജാഡ്യങ്ങൾ ഒക്കെ വെച്ചുകൊണ്ട് ഒന്നും നമുക്ക് ജയിക്കാനും പറ്റില്ല. അതങ്ങനെ തന്നെ ഇരുന്നോട്ട്. അവരുടെ ഇതാണ് ഏറ്റവും വലിയ അന്ധവിശ്വാസം. ഇപ്പോൾ ഇസ്രായേൽ ജയിച്ചു, ഇസ്രായേൽ തോറ്റു, ഹമാസ് ജയിച്ചു. അതാണിപ്പോൾ ഈ കാലത്തെ ഏറ്റവും വലിയ അന്ധവിശ്വാസം. അതിപ്പോൾ മീഡിയ വണ്ണും അതുപോലെ തന്നെ മാധ്യമം പത്രവും അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അന്ധവിശ്വാസ ജടിലമായ വാർത്തകളിലാണ് അവർക്ക്, ഇങ്ങനെയുള്ള അന്ധവിശ്വാസ ജടിലമായിട്ടുള്ള വാർത്തകളിലാണ് അവർക്ക് വലിയ താല്പര്യമുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഹമാസ് തോറ്റതിന് പകരമായിരിക്കും മലപ്പുറത്ത് നിന്ന് മൗദൂദിയെ വീണ്ടും ഉയർത്തി എണീൽപ്പിച്ചുകൊണ്ട് വരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, മറ്റൊരു കാര്യമുണ്ടല്ലോ, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ മാർച്ചുകൾ നടക്കുകയാണ്. ഇവരങ്ങ് ഗാസയിൽ നേരിട്ടെത്തിയിരുന്നെങ്കിൽ അവിടെയുള്ള ജനങ്ങൾക്കെങ്കിലും ഉപകാരപ്പെട്ടെ. അല്ല, ഇപ്പോഴത്തെ നമുക്ക് ഒരു കാര്യം കൂടെ പറയണം. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇസ്രായേൽ ബന്ദികളെ കൊടുക്കാൻ തയ്യാറാണെന്ന് ഹമാസ് പറഞ്ഞിരിക്കുന്നപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ യുദ്ധം നിർത്തണം, ബോംബിങ് ഇസ്രായേൽ ഉടനെ നിർത്തണം എന്നുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇസ്രായേൽ അത് സ്വീകരിക്കുമെന്ന് അറിയില്ല, ബന്ദികളെ കിട്ടിയിട്ടേ ബോംബിങ് നിർത്തുമെന്നറിയില്ല. എന്തായാലും ഇതൊരു തന്ത്രമാണെന്ന് നമ്മളൊന്ന് ആലോചിക്കണം. ഒരു മിനിറ്റ്, നമ്മൾ കൺക്ലൂഷനിൽ എത്തും മുമ്പ് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് ബന്ദികളെ ഒന്ന് വിട്ടുതരാൻ വേണ്ടി ബോംബിങ് ഒന്ന് നിർത്തണമെന്ന് പറഞ്ഞാൽ ആ നിമിഷം അവരുടെ കേഡറുകളെയെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് വീണ്ടും യുദ്ധത്തിന് കൊടുക്കും. ആ ടൈപ്പാണ് അവർ. വിശ്വസിക്കാൻ പറ്റാത്ത ഒരു വിഭാഗം. പക്ഷേ ട്രംപിനാണ് ഉറപ്പ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ട്രംപും കൂടെ പറ്റിക്കപ്പെടില്ലേ? ആരെ വേണമെങ്കിലും അവർ പറ്റിക്കും. കൊള്ളാം. തിരിച്ചടി താങ്ങുമോ? അവരുടെ മതത്തിനോട് മാത്രമേ അവർക്ക് വിശ്വാസ്യതയുള്ളൂ, കൂറുള്ളൂ. മറ്റൊന്നിനോടും അവർക്ക് കൂറില്ല. സ്വന്തം മക്കളോട് പോലും ഇല്ലെന്നേ. മരിച്ചാലും ഒരു പ്രശ്നവുമില്ല, മതത്തോട് മാത്രം. അവരങ്ങ് സ്വർഗത്തിലോട്ട് പൊയ്ക്കോളൂ എന്നുള്ള അന്ധവിശ്വാസമല്ലേ അവരെ ഭരിക്കുന്നത്. അവിടെയാണ് വലിയ പ്രശ്നമുള്ള ആ അന്ധവിശ്വാസം ലോകത്തിൻ്റെ അന്ധകനായിട്ട് തീരുന്ന ഒരു സംഭവം കൂടിയാണ് ഈ ഹമാസും അതുപോലുള്ള ഭീകര സംഘടനകളും. വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണത്തിൽ ഇതാ സംഭവിച്ചത്. അവർ വിചാരിച്ചത് നമ്മൾ തകർത്ത് കഴിഞ്ഞാൽ നേരെ അങ്ങ് സ്വർഗത്തിലേക്ക് പോകും. ആരുമില്ലല്ലോ തിരിച്ചു വന്ന് ഞങ്ങൾ പോയിരിക്കുന്നത് നരകത്തിലേക്കാണെന്ന് പറയാം. അവിടെയാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അന്ധവിശ്വാസങ്ങൾ എങ്ങനെ അന്ധകനായി തീരുന്നു ലോകത്തിൻ്റെ തന്നെ എന്നുള്ളതിൻ്റെ തിളങ്ങുന്ന ഒരു ഉദാഹരണമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.